ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാപിക്കാം, എങ്ങനെ നേടാം എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമുക്ക് ചില പോരാട്ട ശക്തികളുണ്ട്. അതിനെ നമുക്ക് ജയിക്കുവാൻ സാധിക്കണം. അതിന് പ്രാർത്ഥന ആവശ്യം. നമ്മൾ 5 വിഷയങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. സ്തോത്രം. 1, ദുശ്ചിന്ത. നമ്മൾ പറഞ്ഞത് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസകരമായ വാക്കുകൾ, ലാവണ്യ വാക്കുകൾ പുറപ്പെടണം. മറ്റുള്ളവരെ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടണം. 2, ദുശ്ചിന്ത. നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ ചിന്തയിൽ കണക്ക് കൂട്ടി ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. അവർ നമ്മളിൽ ശ്രേഷ്ഠരാണെന്ന് കാണുക. 3 നമ്മൾ പഠിച്ചത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ കുലപാതകനാകുന്നു, അവൻ കള്ളനാകുന്നു എന്ന്. 4 നമ്മൾ പഠിച്ചത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണം. ആ സ്നേഹം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്ത് നൽകിക്കൊണ്ട് കാണിച്ച ആ മഹാസ്നേഹത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. 5 നമ്മൾ പഠിച്ചത്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 5 കാത്തിരിക്കുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു. 6 ഇന്നത്തെ വിഷയം പ്രാർത്ഥന ജീവിതമുണ്ടായിരിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യയിലുള്ള തൻ്റെ വിശുദ്ധന്മാർക്കും തൻ്റെ വിശ്വാസികൾക്കുമുള്ള ഒരു ലേഖനമാണ്. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികൾക്കുമാർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിലും വിശ്വാസികളുമായുള്ളവർക്ക് എഴുതുന്നത്. ഇത് എഫെസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസമുള്ളവർക്കും എഴുതുന്നത്. അപ്പോൾ ഇന്ന് വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കും എഴുതുന്നതാണ് ഒരു ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യയിലുള്ള. അതിൻ്റെ 6-10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ,
അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവേ, അടിയൻ്റെ കുറവുകളെ തെറ്റുകളെയൊക്കെ സമർപ്പിക്കുന്നു. അവിടുന്ന് അശുദ്ധികളെ മാറ്റി ശുദ്ധീകരിക്കണം. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവേ, റീബാല ഹത്തുന ശാന്തിയ ദൈവവചനത്തിരുമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അനേക കുടുംബത്തിൽ അസമാധാന ശക്തികൾ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കുടുംബത്തെ സമർപ്പിക്കുന്നു. അടഞ്ഞ വഴികൾ വ്യക്തിജീവിതങ്ങളിൽ യേശുവിൻ നാമത്തെ തുറക്കട്ടെ. ഈ കേൾക്കുന്ന വ്യക്തിജീവിതങ്ങൾ വളരെ നിരാശയും ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശകളും മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുന്നു. അൻഷെ ലേബറോ കനാദിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഭവനങ്ങളിൽ പകരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ 6ാമത്തെ വിഷയം പ്രാർത്ഥനാ വിഷയമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ ലോകങ്ങളെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലം സമീപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കമായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷയെന്ന ശിരവസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സകല പ്രാർത്ഥനയിലും യാചനയിലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുമ്പോൾ പോരാട്ടമുണ്ട്. ഒടുവിൽ കർത്താവിൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ 5-ാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥന ജീവിതമുള്ളവരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, തെറ്റുകളുണ്ട്. ആ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം. 1-ാമത്തെ പ്രാർത്ഥന കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവുകോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചൊല്ലരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജാതികളെപ്പോലെ പള്ളികളിലും തെരുവുകളിലുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ റൂമിൽ വാതിലടച്ച് രഹസ്യത്തിൽ നമ്മൾ മുട്ടുകുത്തി നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം നൽകുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രാർത്ഥനയിൽ ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പഠിപ്പിച്ചു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരേണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ